ഗായ്സ്, എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖാണെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പൊ ഞാൻ ഇന്ന് വന്നതേ, ഞാൻ ഒരു ലൈവ് ഇട്ടുണ്ടായിരുന്നു. കൊച്ചി പോകുമ്പോൾ ഒരു ലൈവ് ഇട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ലൈവ് ഞാൻ എന്താ പറയാ, KSRTC ഞാൻ പോയത്, പ്രിയദർശനിലാണ് പോയത്. അപ്പൊ ആ വിശേഷമൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ലൈവ് ഇട്ടതാണ്. അപ്പൊ എനിക്ക് അതിൽ ഒരുപാട് മെസ്സേജസ് വന്നു കേട്ടോ. നമ്മള് ലൈവ് ഇടുമ്പോൾ നമുക്ക് മെസ്സേജുകൾ വരുമല്ലോ. അതിൽ ചില മെസ്സേജൊക്കെ വായിച്ചപ്പോ എനിക്ക് തന്നെ എന്തോ ചിരി വരിക. എന്താന്ന് വെച്ചാല് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല്, നിന്റെ ഒക്കെ ഭാഗ്യം, യു ആർ ലക്കി ഗേൾ എന്നാട്ടോ വന്നത്. അൽഹംദുലില്ലാ, ഞാൻ ലക്കി ഗേൾ തന്നെയാണ്. നമുക്ക് നമുക്ക് നമ്മുടെ ലൈഫില് നല്ലതല്ലാത്തതിനൊക്കെ പടച്ച് നമ്മളെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളയും. അത് നമുക്ക് ആ ഒരു സമയത്ത് ഒരുപാട് വിഷമം നമുക്ക് തരും. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മൾ അത്രയും ജീവനായിട്ട് സ്നേഹിച്ച ഒരാള് നമ്മൾ അത്രയും വേദനകൾ തന്നിട്ടായാലും, അത്രയും നമ്മൾ എങ്ങനെ നമ്മള് എല്ലാം ചെയ്താലും നമുക്കറിയാം നമ്മളെ ഇഷ്ടമല്ലാണ്ടാണ് നമ്മൾ ഈ കിടന്ന് വേദനിപ്പിക്കുന്നത്. പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡ് ആക്കാണ്ട് വീണ്ടും വീണ്ടും നമ്മളെ മക്കളെ ആലോചിച്ചിട്ടും അത്രയും നമ്മൾ നല്ലതിലും അത്രയും സ്നേഹിച്ച് നിന്നിട്ടും പടച്ചവനെ അങ്ങനെ നമ്മൾ എടുത്ത് നമ്മളെ ലൈഫിൽ നിന്ന് എടുത്ത് കളയണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അത്രയും നല്ലതല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പടച്ചവനെ എടുത്ത് കളയുന്നത് കേട്ടോ. അപ്പൊ ചില ലക്കൊക്കെ നമുക്ക് അങ്ങനെയാണ് വരുന്നത്. നമ്മൾ അൺലക്ക് എന്താ പറയാ, ബുദ്ധിയില്ലാത്ത പ്രായത്തിൽ നമ്മൾ തെരഞ്ഞെടുത്തതാണ്. അതങ്ങനെയായി, ഇനി അത് പണ്ട് കാര്യമില്ല. അപ്പൊ ലക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അത് നമ്മളായിട്ടാണ് കുറെയൊക്കെ വരുത്തുന്നത്. ഇപ്പൊ ട്രാവൽ ചെയ്യണത്, ഈ പുറത്ത് പോകണത്, ഞാൻ അത്യാവശ്യം ടൂറൊക്കെ പോകുന്നുണ്ട്. ഇപ്പൊ എനിക്ക് ആഗ്രഹിച്ച സ്ഥലത്തേക്ക് ഞാൻ പോകുന്നുണ്ട്. എനിക്ക് ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഞാൻ വെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ എന്താ പറയാ, എനിക്ക് ഇഷ്ടംപോലെ പിന്നെ ഒരുങ്ങുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങി. അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട സ്മെല്ല് എന്താന്ന് ഞാൻ സെലക്ട് ചെയ്ത് തുടങ്ങി. അപ്പോൾ എനിക്ക് ഏത് ഡ്രസ്സ് ഇട്ടാൽ വൃത്തി ഉണ്ടാവും, അല്ലെങ്കിൽ ഞാൻ ഒരാളോട് ചോദിക്കാതെ, ഒരാളോട് ഒരു അഭിപ്രായം ചോദിക്കാതെ ഞാൻ ഇന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്താണോ അത് തിരഞ്ഞെടുക്കാൻ ഞാനിന്ന് പഠിച്ചിട്ടോ. ഞാൻ പണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നും ആയിരുന്നില്ല. പണ്ട് എന്നല്ല, 2 കൊല്ലം മുമ്പ് വരെ ഞാൻ അങ്ങനെ ആയിരുന്നില്ല. ഞാൻ എനിക്കായ ഒരു ഇഷ്ടം എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ എന്തുണ്ടെങ്കിലും ഇത് ഭംഗിയുണ്ടോ, ഇത് വേണോ, ഇതാക്കണോ, ഇത് ചെയ്യണോ, അല്ലെങ്കിൽ അത് രസം ഉണ്ടാവില്ല അല്ലെ, ഫുൾ അങ്ങനെ ആയിരുന്നു. എനിക്ക് എൻ്റെതായ ഒരു ഇഷ്ടങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ സ്വന്തം ഇഷ്ടങ്ങളോ ആഗ്രഹങ്ങൾ ഇന്ന് മുതൽ നമ്മൾ നോക്കി തുടങ്ങുന്നതോ അന്ന് മുതൽ നമ്മളെ ഹാപ്പി ലൈഫ് കുറച്ചൊന്ന് ഹാപ്പി ആയി തുടങ്ങുള്ളൂ കേട്ടോ. അത് 100% ഷുവർ ആയ ഒരു കാര്യമാണ് കേട്ടോ. എല്ലാ കാര്യങ്ങളിലും എൻ്റെ പാർട്ട്ണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരിക്കലും എന്നെ എന്താ പറയാ നല്ലതാക്കിയിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല കേട്ടോ. അത് നമ്മൾ മനസ്സിലാക്കേണ്ടായിരുന്നു. എനിക്കത് ബുദ്ധിയില്ലാത്ത പ്രായത്തെ പ്രേമായതുകൊണ്ടും അതുപോലെ തന്നെ ബുദ്ധിയില്ലാത്ത സമയത്ത് കല്യാണം കഴിച്ചുകൊണ്ടും ബുദ്ധി വന്നത് പോയി കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറെ കാര്യങ്ങൾ ചിന്തിച്ചു തുടങ്ങിയത്. അപ്പോഴാണ് ശരിയാണ്, അത് തെറ്റായിരുന്നു എന്ന് നമുക്ക് തോന്നുന്നത് കേട്ടോ. കാരണം എന്താന്ന് വെച്ചാല്, എൻ്റെ പാർട്ട്ണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ ഒരാളെ പറ്റി മോശമാക്കി പറഞ്ഞാലാണ് അത് മറ്റുള്ളവർക്ക് മോശമായിട്ട് തോന്നുള്ളൂ. നമ്മൾ നല്ലത് പറയുമ്പോൾ അവർക്ക് എന്നും അവർ നല്ലതായിട്ട് തന്നെ തോന്നുള്ളൂ. ഞാൻ ഒരിക്കലും എൻ്റെ കൂടെ ജീവിച്ച ആ വ്യക്തിനെ ഞാൻ അങ്ങനെ മോശമാക്കി പറഞ്ഞിട്ടില്ല. എല്ലാവരും മുന്നിൽ ആൾക്ക് അങ്ങനെയാണ്, തേങ്ങയാണ്, മാങ്ങയാണ്, തേനയാണ്, കൊലയാണ്, മരിച്ചതാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്നെ അത്രയും തകരും. പക്ഷെ ആ കേൾക്കണ ആൾക്കാർക്ക് അറിയാം എന്നെ എത്ര ആൾക്ക് വലിയതില്ല എന്നുള്ളതൊക്കെ അവർക്കറിയാം. പക്ഷെ എന്നാലും ഞാൻ ആളെ അത്രയും പൊക്കിയിട്ടേ പറഞ്ഞിരുന്നുള്ളൂ. എനിക്ക് തന്നെ അത്രയും ഇഷ്ടമായിരുന്നു. പിന്നെ എന്താ, പ്രേമിച്ച് കല്യാണം കഴിച്ചതാണല്ലോ. കുറെ പേര് നമ്മുടെ ജീവിതം ഫെയിലായി കാണാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ അവരുടെ മുന്നിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പുറത്തേക്ക് ഹാപ്പി ആയിട്ട് ജീവിച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ കേട്ടോ. ഞങ്ങളെ എന്താ ആ ഒരു ലൈഫ് മാക്സിമം ഹാപ്പി ആക്കി പുറത്തുള്ളവർക്ക് കാണിക്കാനാണ് നോക്കി. നമ്മുടെ ഉള്ളിൽ എത്ര വിഷമമുണ്ട്, നമ്മൾ എത്ര വേദന അനുഭവിക്കേണ്ടെന്നൊന്നുമല്ല. ഫസ്റ്റ് വൺ, ആളോടുള്ള ഒരു ഇഷ്ടം എന്തിനു ചെയ്താലും ഞാൻ തന്നെ ഒരു 15 വയസ്സിൽ ആളെ പ്രേമിച്ചു തുടങ്ങിയതാണ്. അപ്പൊ ആ ഒരു ഇഷ്ടം ഉണ്ട്. അതെത്ര ആയാലും നമ്മൾ ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരാണിനെ സ്നേഹിച്ചാൽ അത് അങ്ങനെ ഒന്നും പോവില്ല. അത് എത്ര വേദനിപ്പിച്ചാലും നമ്മൾ എത്ര വെറുപ്പ് പുറത്ത് കാണിച്ചാലും എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും ആ ഒരു ഇഷ്ടം. അപ്പൊ ഫസ്റ്റ് ആണ് അത്. രണ്ടാമത്തേത്, മറ്റുള്ളവർ എന്ത് വിചാരിക്കും. അതുപോലെ അവരെ മുന്നിൽ ഞങ്ങൾ വിഷമിച്ച് കാണരുത്. നമ്മൾ എത്ര വിഷമിച്ചോട്ടെ, പക്ഷെ അവരെ മുന്നിൽ ഞങ്ങൾ ഹാപ്പി ആയിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കണം എന്നായിരുന്നു. പക്ഷെ നമ്മൾ ഒരിക്കലും, അത് ഭയങ്കര തെറ്റായ ഒരു ഇതാണ് കേട്ടോ. കാരണം മറ്റുള്ളവരല്ല, നമ്മുടെ ലൈഫ് ഹാപ്പി ആക്കേണ്ടത് നമ്മളാണ്. നമ്മൾ ഇത്രയും വിഷമിച്ച് കരഞ്ഞ് അടിയിടിയും കൊണ്ട് മറ്റുള്ള പെണ്ണുങ്ങളെ വായുള്ളതും മറ്റേ സ്വന്തം ഹസ്ബൻഡ് കാരണം കേൾക്കണതും അതും അങ്ങനത്തെ ഒരു ലൈഫിനേക്കാൾ ഏറ്റവും ബെറ്റർ മറ്റുള്ളവര് അതൊന്നും നോക്കാതെ നമ്മൾ നമ്മുടെ കാര്യം സേഫ് ആക്കിയിട്ട് നമ്മുടെ ഹാപ്പിനെസ് നോക്കി ജീവിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ.
ഇപ്പോഴും കുറെ പേരുണ്ട് മറ്റുള്ളവരെ മുന്നിൽ ഞങ്ങൾ നന്നായി ജീവിച്ച് കാണിക്കണം, ഞങ്ങളെ ജീവിതം എത്രയോ ആയിക്കോട്ടെ എന്ന് ചിന്തിക്കണ മനുഷ്യന്മാർ ഇപ്പോഴും കുറെ ഉണ്ട് കേട്ടോ. കുറെ മനുഷ്യന്മാർ നമ്മൾ പുറത്തിറങ്ങിയാലാണ് നമുക്ക് ഓരോ വ്യക്തികളെ ജീവിതം മനസ്സിലാക്കാൻ അറിയാനൊക്കെ പറ്റുക. ഞാൻ മറ്റേ വീട്ടിലായിരുന്ന സമയത്ത് ഇങ്ങനെ ഒന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ പുറത്തുനിന്ന് ഇറങ്ങി തുടങ്ങിയപ്പോഴാണ് പല കാര്യങ്ങളും മനസ്സിലായി തുടങ്ങിയത് കേട്ടോ. അപ്പൊ എനിക്ക് എന്ത് ഡ്രസ്സ് ഇട്ടാലും എന്നോട് എപ്പോഴും പറയാൻ വൃത്തിയില്ല എന്നാ, നീ എന്തേലും ഒരു ഭംഗിയില്ല, അല്ലെങ്കിൽ പറയാ അന്നൊന്നും ഒന്നിനും കൊള്ളൂല, മീൻസ് നിന്നൊന്നിനും കൊള്ളൂല, അങ്ങനെ എടുത്തിട്ടാലും ഭംഗി ഉണ്ടാവില്ല. നമ്മളെ ഒരു പ്രോത്സാഹിപ്പിക്കുക അങ്ങനെ ഒന്നുമല്ല, നമ്മളെ പറ്റണത്തോളം താഴ്ത്തി 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 അങ്ങനെ ഒരാളായിരുന്നു കേട്ടോ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. പക്ഷെ അതൊന്നും പുറത്ത് നമ്മൾ ആരോടും പുറത്തേക്ക് അങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം എല്ലാവരും മുന്നിൽ ഞങ്ങളെല്ലാം ഹാപ്പി ലൈഫായിട്ടാണ് പോകുന്നത് കാണിക്കണം, അങ്ങനെ ഒരു മൈൻഡ് നമ്മുടെ വിഷമങ്ങൾ നമ്മൾ പുറത്തേക്ക് കാണിക്കയില്ല ഒന്നുമില്ല. നമ്മളെ ഹസ്ബൻഡിനെ അത്രയും പൊക്കി താഴ്ത്തി നമ്മൾ അള്ളാഹിന്റെ അടുത്തേക്ക് എത്തിച്ചിട്ടാണ് നമ്മൾ കൊണ്ടെടുക്കുക. അത് ഭയങ്കര ഒരു റോങ് ആയിട്ടൊരു ഡിസിഷൻ ആണ് കേട്ടോ. അതെനിക്ക് പറ്റിയ ഏറ്റവും വലിയ ജീവിതത്തിൽ ഏറ്റവും പറ്റിയ അബദ്ധം അതായിരുന്നു. എന്നിട്ട് എല്ലാവരും ഞങ്ങൾ സെപ്പറേറ്റ് ആണെന്നപ്പോൾ എല്ലാവർക്കും അത് നിങ്ങളുടെ ലൈഫ് അടിപൊളിയായിരുന്നില്ല, നിങ്ങളത് ഇങ്ങനെ എന്താ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. നമ്മള് വീട്ടിലൊരു പറഞ്ഞാലല്ലേ ആളെങ്ങനെയെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു കാര്യം കേട്ടോ. നമ്മള് എന്ത് ചെയ്താലും അതുപോലെ തന്നെ എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ അന്ന് എനിക്ക് അത് അറിയേണ്ടിയിരുന്നില്ല കേട്ടോ. എന്റെ അന്ന് അവർ കൂടെ ഉണ്ട് ആൾക്കാർ ഞങ്ങൾ സെപ്പറേറ്റ് ആയി അറിഞ്ഞപ്പോ അവർ പറഞ്ഞപ്പോഴാണ് ഞാൻ ചിന്തിക്കണത് കേട്ടോ. എന്നിട്ട് എന്റെ മോന്റെ ബർത്ത്ഡേ ആയിരുന്നു. ആ ബർത്ത്ഡേക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് എന്തോ കറുത്തതിന്റെ പേരില് കളറില്ല എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും വരാറുണ്ട്. എന്റെ മോനോടും പറഞ്ഞു കൊടുക്കും, ഉമ്മച്ചിനെ ഉമ്മ മേടിക്കണ്ട, ഈ കറുക്കുള്ളൂ, ഉമ്മച്ചി കെട്ടിപ്പിടിച്ചാൽ നീ കറക്കും, ഉമ്മച്ചി കറുത്തിട്ടാണ്, അന്റെ ഉമ്മച്ചിനെ കാണാൻ ഭംഗിയില്ല. നമ്മളെ ഫുൾ അങ്ങനെ പറഞ്ഞിട്ടാണ്, മക്കളോട് പോലും അങ്ങനെ പറഞ്ഞു. മോനക്ക് അത് കുറച്ച് മുമ്പ് വരെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ. കാരണം അവൻ ചെറുപ്പം മുതലേ അത് കേട്ടിട്ടാണ് വളർന്നിട്ടുള്ള അവന്റെ വാപ്പാട് എടുത്തത്. അപ്പൊ അവനക്ക് അങ്ങനത്തെ ഇതൊക്കെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒക്കെ അവന് ഓക്കെ സെറ്റായിട്ടോ. അവനെപ്പോഴും പറയും എന്തുട്ടാ ഉമ്മച്ചിനെപ്പോ ചെപ്പൂനെ പോലെ ഉണ്ട് ആദ്യമിനെ കാണാൻ പേര് ഉമ്മച്ചി കറുത്തിട്ടാണെന്നാണ് അവൻ പറയാം. അത് അവന്റെ വാപ്പാടെ അത് കേട്ടിട്ട് കുട്ടി പഠിച്ചിട്ടുള്ളതാണ്. ഉമ്മച്ചിനൊന്നും പറയാം, ചെറിയ കുട്ടിയാകുമ്പോഴേ അതങ്ങനെ കേട്ടിട്ട്. അപ്പൊ അങ്ങനെ ബർത്ത്ഡേക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എല്ലാരും മുന്നിൽ വെച്ചിട്ടാണ് ആളങ്ങനെ പറഞ്ഞത് കേട്ടോ. പക്ഷെ അന്ന് എനിക്ക് എന്താ അതൊന്നും അത്രയില്ല. അന്ന് അത്രയും ചിന്തിക്കാനും അങ്ങനെ ഒരു മൈൻഡ് എനിക്ക് ഉണ്ടായിരുന്നില്ല. അന്നൊന്നും ഞാൻ അറിയണ്ടായിരുന്നു. ഞാൻ അവർ പറഞ്ഞപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് കേട്ടോ. ശരിയാണ്, ഇത്ര ആൾക്കാരെ മുന്നിൽ വെച്ചിട്ട് ഞാൻ കറുത്തതൊന്നും എനിക്കത് ഭയങ്കര കറുത്തിട്ടാണ് കുട്ടിയോട് അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞിട്ടോ. അന്നൊന്നും ഞാൻ അങ്ങനെ ഒരാൾ കൂടെ നമ്മൾ ജീവിക്കണ കാലത്തോളം നമ്മൾ ഒരിക്കലും നമ്മള് മേലോട്ടാവേയില്ല, നമ്മൾ ഇവിടെ എത്തേയില്ല. അതും ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ ലക്കിന്റെ കാര്യം നമ്മൾ തന്നെ തീരുമാനിക്കണം. അതുപോലെ തന്നെ എനിക്ക് നല്ല മാറ്റം വന്നു. സഫ ഇല്ലാതായി, ചെപ്പ് ഇല്ലാതായി. ചെപ്പ് ഇപ്പൊ ഒരുപാട് മാറി എന്ന് പറയട്ടോ. അതിപ്പോ ലൈവില് കമന്റ് വന്ന് മാത്രമല്ല, ഇപ്പൊ എല്ലാവരും കാണുന്നവരെല്ലാരും എല്ലാരും പറയുന്നൊരു കാര്യമാണ്. ചെപ്പ് ഇപ്പൊ പഴയ ചെപ്പല്ല, സംസാരം മാറി, കോലം മാറി, രീതി മാറി, ഫുള്ള് ആ പഴയ ആളെ അല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. സത്യം ഞാനിപ്പോ മൊത്തത്തിൽ ഞാൻ അങ്ങോട്ട് മാറി. കാരണം മാറിയത് നമുക്ക് സമാധാനം, എല്ലാവർക്കും ആവശ്യം സമാധാനമാണ് ഗൈസ്. സമാധാനം നമ്മ കുറച്ച് കുറേ കരഞ്ഞ് കുറേ വേദനിച്ചു ഒരു കാര്യമില്ല. പിന്നെ നമുക്ക് തോന്നുന്നു നമുക്കറിയാം, ഓ ഞാൻ എന്തിനൊക്കെ ഇത്ര വിഷമിച്ച് നമ്മളെ ലൈഫ് വേസ്റ്റ് ചെയ്ത് കളഞ്ഞത്. എന്റെ എത്ര കൊല്ലം എന്ന് പറയാ പോയത്. ഇപ്പൊ ഞാൻ ആലോചിക്കുമ്പോ എന്ത് കാര്യം ഉണ്ടായിരുന്നു ഇപ്പൊ ആലോചിക്കണത്. വെറുതെയാണ്. എന്താ പറയാ, എനിക്ക് അതിനൊരു ഉദാഹരണം പറഞ്ഞുതരാൻ എനിക്ക് സത്യം പറഞ്ഞാൽ കിട്ടണില്ല കേട്ടോ. നമ്മളെ ലൈഫിൽ എന്നും ഈ അടിയും ഈടിയും ചീത്തയും ഒരു മനസ്സമാധാനം നമ്മളെ ജീവിതത്തിലാണ്ട് നമ്മൾ മറ്റാർക്കൊക്കെയോ വേണ്ടി ഇങ്ങനെ കടിച്ചു തൂങ്ങി ജീവിക്കും. നമുക്ക് എവിടെ നമുക്ക് ഓലം വെക്കാനാ, എവിടെ നമുക്കൊരു സമാധാനം ഉണ്ടെങ്കിലല്ലേ നമുക്ക് സമാധാനം ഉള്ളിടത്താണ് എല്ലാം ഉണ്ടാവുള്ളൂ. അത് ശരിക്കുള്ള കാര്യം. ഇപ്പൊ ഞാനിവിടെ എല്ലാവരും ഞാൻ ഇപ്പൊ തടിച്ചെന്നൊക്കെ ഇവിടെ എല്ലാവരും പഠിച്ചു. ഇപ്പൊ നല്ല തടിച്ച് മറ്റേത് പണ്ട് തന്നെ നല്ലോണം ഭക്ഷണം കഴിക്കും. ഇപ്പോഴാണ് പിന്നെയും ഭക്ഷണം കഴിക്കലൊന്നും കുറഞ്ഞത് കേട്ടോ. അപ്പൊ ഇപ്പൊ ഞാൻ തടിക്കാൻ വേണ്ടി കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് തടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. തടിക്കാൻ ജിമ്മിന് പോയിട്ട് തടിക്കാൻ നോക്കിയിട്ടുണ്ട്. കാരണം ഞാൻ പണ്ട് മുതലേ എല്ലുപോലെയായിരുന്നു. അപ്പൊ ഇവിടെ എല്ലാവരും പറയും ചെപ്പ് തടിച്ചെന്ന് പറയുമ്പോൾ ഞാൻ പറയും ഇപ്പൊ എന്താണ് പെട്ടെന്ന് ഇങ്ങനെ തടിച്ചെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ എല്ലാവരും പറയും പണ്ട് ഈ അടി ഇടിയൊക്കെ കൊണ്ടിട്ട് എത്ര തിന്നാലും കിട്ടിയത് സമാധാനം വേണ്ടേ? ഈ അടി ഇടിയും കരച്ചാലും എന്നും ഈ പ്രശ്നങ്ങൾ തന്നെ ആയിരുന്നില്ലേ? എന്നാ എനിക്കൊരു സമാധാനം കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ സമാധാനം കിട്ടി തുടങ്ങിയപ്പോഴാണ് നിനക്ക് കോലം വെച്ച് തുടങ്ങിയെന്ന് പറയും. സമാധാനം അതാണ് ആദ്യം വേണ്ടത് കേട്ടോ. ജീവിതത്തിൽ വേണ്ടതാണ് സമാധാനം. അപ്പോ രണ്ടാമത്തത് പിന്നെ പറഞ്ഞത് ഡിവോഴ്സ് ആയോ അതാണ് ചോദിക്കുന്നത്. ഡിവോഴ്സ് ആയിട്ടില്ല.
ഡിവോഴ്സ് എന്തായാലും ഇന്നെന്തായാലും ഒരുമിച്ച് ജീവിക്കാനും പോണില്ല, ഡിവോഴ്സ് ആയിട്ടുമില്ല. പിന്നെ വന്നത് എന്താ, മക്കളായിട്ട് ടൂർ പോകുമ്പോ ബുദ്ധിമുട്ടില്ലേ, ഒറ്റക്ക് പോകാൻ പേടില്ലേ, പിന്നെന്തൊക്കെ ചോദിച്ച്, എങ്ങനെ പറ്റണി ബസ്സിലൊക്കെ മക്കളായിട്ട് പോവാന്, അനക്ക് നല്ല ധൈര്യം തന്നെയാണ് കേട്ടോ, സമ്മതിക്കണം, നിന്റെ വീട്ടിൽ ആരും ഇല്ലേ, പിന്നെന്താ, അങ്ങനെ കുറെ പറഞ്ഞിട്ടൊക്കെ വന്നിട്ട്. വീട്ടിൽ ആരും ഇല്ലേന്ന് വെച്ചാൽ വീട്ടിലെല്ലാരും ഉണ്ട്, പക്ഷെ എന്നെ കൊണ്ടെടുക്കാൻ ഇപ്പൊ എല്ലാവർക്കും സമയം കിട്ടിയെന്ന് വരുമോ? എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ പോവണ്ടേ, എന്റെ ഇഷ്ടാവൂല വേറുള്ളൊരു ഇഷ്ടം. എന്റെ വീട്ടിലവർക്ക് ഞാൻ പോകണമെന്നൊന്നും ഒരു പ്രശ്നമില്ല, അവർക്കറിയാം ഞാൻ എന്റെ മോനായിട്ട് ഞാൻ എവിടെ വരെ പോയാലും വീട്ടിലേക്ക് എത്തുന്ന അറിയാം, അതൊന്നും ഞാൻ വരുന്ന പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പൊ എന്തിനാ മറ്റുള്ളവരെ ബുദ്ധിമുട്ടി, നമുക്ക് എവിടെക്കെങ്കിലും പോയാൽ നമ്മളവിടെ ഒറ്റക്കാണ്ട് പോവാ. ഒറ്റക്കല്ലല്ലോ, എനിക്കൊരു ആൺകുട്ടി ഉണ്ടല്ലോ എന്റെ കൂടെ, പിന്നെ ഞാൻ എന്തിനാ പേടിക്കണല്ലേ? അവൻ വലുതാവണ വരെ അവനുണ്ടാവും എന്റെ കൂടെ എവിടെക്കെങ്കിലും പോകാനൊക്കെ വരാൻ. എന്റെ മോളൊന്നും വലുതാവട്ടെ, എന്റെ മോളെയും കൂടി ഞാൻ കൊണ്ടുപോകും. പിന്നെ ആദമിനെ എല്ലാരും ചെറിയ കുട്ടിയാകുമ്പോൾ മുതലേ ഞാൻ ടൂർ പോകാറുള്ളതാണ്, KSRTC-ലൊക്കെ. ഞാൻ പറഞ്ഞല്ലോ, 1.5 വയസ്സുള്ളപ്പോഴാണ് അവന്റെ അടുത്ത് ഞങ്ങള് എനിക്ക് എന്റെ മക്കൾക്കും ഇല്ലാണ്ട്. ആ സമയത്തൊക്കെ ഭയങ്കര വിഷമായിരുന്നു കേട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് അവനെയും എന്റെ ഉപ്പാനെയും എനിക്ക് എന്റെ ജീവിതത്തിൽ ഭയങ്കര ഇഷ്ടം. എന്നെ എത്ര വേദനിപ്പിച്ചിട്ട് എങ്ങനെ ആയിക്കോട്ടെ, എനിക്ക് ആളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് ആ ചെറുപ്പം മുതലേ ആളുള്ള മനസ്സിലെ ആളായോണ്ടായിരിക്കണം അത്രയും ഇഷ്ടമായിരുന്നു എനിക്ക്. അപ്പൊ എനിക്ക് ഉപ്പാനെയും ഭയങ്കര, അവൻ പോയ ആ ഒരു ഇത് ആണ്ട് ശരിയായി വരുമ്പോഴത്തേനും എന്റെ ഉപ്പ മരിച്ചത് കേട്ടോ. എന്റെ ഉപ്പയാണ് എനിക്ക് എല്ലാത്തിനും എന്ന് പറഞ്ഞാല് അത്രയും ഒരു ഇതാണ് എനിക്ക് എന്റെ ഉപ്പ എന്ന് പറഞ്ഞാല്. അപ്പൊ അവനത് പോയി, അതൊന്നൊന്ന് ഒരു ഇതായി വരുമ്പോഴത്തേനും എന്റെ ഉപ്പയും കൂടിയും പോയി. രണ്ടും എനിക്കാണ്ട്, എന്റെ എന്താ പറയാ, ഈ ഒരു ഭാഗം ആ ഒരു ഭാഗം എന്ന് പറയാ ശരിക്കും. അതാണ്ട് പോയത് അതിൽ ഞാന് പിടിച്ചു നിൽക്കാൻ ഒരുപാട്, കുറച്ചൊന്നല്ല, എന്താ പറയാ, 2 മക്കള്, ഞാന്, അതുപോലെ തന്നെ വെറുതെ ഒന്നല്ല എന്നെ വിട്ടയച്ചത്. കുറച്ച് എന്താ പറയാ, ഈ 2 മക്കളുണ്ട്, ഞാനും ഉണ്ട്, ഉപ്പയും പോയി, അവനും പോയി, ഒന്നും ഇല്ലാണ്ടായില്ലേ. എന്താ പറയാ, കുറേ വേണ്ടാത്ത തോട്ടൊക്കെ നമ്മുടെ മനസ്സിൽ വന്നത് കേട്ടോ. പിന്നെ കുറച്ച് ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ട്, കുറച്ചൊന്നുമല്ല, നല്ലോണം ഉണ്ടായിരുന്നു. കാരണം ഒരാളെ വിശ്വസിച്ചിട്ട് എനിക്കുണ്ടായിരുന്നതെല്ലാം ഞാൻ ആൾക്കും കൊടുത്ത്, അതുപോലെ തന്നെ എനിക്ക് വീടുണ്ട്, എനിക്ക് എൻ്റെ ഉപ്പ വീടൊക്കെ ആക്കി തന്നിട്ടുണ്ടായിരുന്നു, സ്ഥലവും വീടും അങ്ങനൊക്കെ. എനിക്ക് കുഴപ്പമില്ലാത്ത തന്നെ നല്ലതിലാണ് എൻ്റെ ഉപ്പ എനിക്ക് എല്ലാം ആക്കി തന്നിട്ടുണ്ട്, അൽഹംദുലില്ലാ. പക്ഷെ എനിക്ക് ലക്ഷങ്ങൾ എനിക്ക് കടങ്ങളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ആരുമില്ല, എനിക്ക് ജോലിയില്ല, ഞാൻ അധികം പഠിച്ചിട്ടില്ല. ഇവനെ പ്രേമിച്ച കാരണം എനിക്ക് അധികം പഠിക്കാനും പറ്റില്ല, ഒരു ലവ് മാരേജ് ആയിരുന്നല്ലോ, അതുകൊണ്ട് എനിക്ക് അങ്ങനെ പഠിക്കാനും പറ്റിയിട്ടില്ല. അപ്പൊ അങ്ങനെ എന്താ പറയാ, അത്ര നല്ല ജോലിക്കൊന്നും പോകാനുള്ള ഒരു പഠിപ്പുമില്ല, ആരുമില്ല. എന്താ പറയാ, ഒന്നും അല്ലാത്ത രീതിയിലാണ് പെട്ടെന്ന് ആണ്ടാവുമ്പോ പിടിച്ചു നിൽക്കാനുണ്ടല്ലോ എന്തോ ഒരു ശക്തി എന്നൊക്കെ പറയാം. സത്യം എന്തോ ഒരു അങ്ങനെ എന്തോ പറയില്ലേ, അങ്ങനെ എന്തോ ഒരു സാധനത്തിലാണ് ഞാൻ പിടിച്ചു നിന്നിട്ടോ. സത്യം ഒരു ഇതും പറയുന്നത് എനിക്ക് ഉണ്ടായിരുന്നില്ല, ഒരു ഹോപ്പ് പോലും ഉണ്ടായിരുന്നില്ല. അങ്ങോട്ടേക്കൊന്നുമില്ല ഇങ്ങോട്ടേക്കൊന്നുമില്ല, ആകേനൊരു ഇത്. പക്ഷെ ഒന്നുമല്ലാണ്ട് പഠിച്ചോണ്ട് ഒരാളെയും ഒന്നുമില്ലാണ്ട് ഒന്നും ആക്കിയിടൂല എന്നുള്ളത് സത്യമായ കാര്യമാണ്. എന്നെ എന്റെ 2 ചെറിയ മക്കളെയും പഠിച്ചോന് എങ്ങനെയൊക്കെ ആക്കണം എന്നുണ്ടെങ്കിൽ അതൊന്നും ഇല്ലാണ്ട് എന്തായാലും ആക്കൂല. കാരണം എനിക്ക് 2 ആങ്ങളാരുണ്ട്, പഠിച്ചോന് എനിക്ക് അത്രയും നല്ലൊരു ആങ്ങളാര് തന്നിട്ടുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ്ങും. എൻ്റെ ഉമ്മയും എൻ്റെ ഫാമിലിയാണ് കേട്ടോ എൻ്റെ ബ്ലെസ്സിങ്, അതൊരിക്കലും ഇല്ല എന്ന് പറയാണ്ടിരിക്കാനും പറ്റൂല. അപ്പൊ അങ്ങനെയാണ് എന്താ പറയാ, അങ്ങനെയൊക്കെ പിടിച്ചു നിന്ന് അങ്ങനെ. അപ്പൊ എനിക്ക് യൂട്യൂബിൽ നിന്ന് ഇങ്ങനെ കുറെ കമന്റ് വന്നപ്പോ എനിക്ക് എല്ലാത്തിനുള്ള റിപ്ലൈ കൊടുക്കാൻ പറ്റും. കാരണം കുറെ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറച്ചൊന്നല്ല കേട്ടോ ആ ഒരു ഇതിന് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അവനിട്ടെറിഞ്ഞ് പോയതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ കമന്റിനൊന്നും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല കേട്ടോ. ഞാൻ നിന്റെ പോലെ ഒരു ലക്ക് വേറൊരു നീ ഭാഗ്യവതിയാണെന്നൊക്കെ പറഞ്ഞ അതിന് മാത്രമേ റിപ്ലൈ കൊടുത്തുള്ളൂ കേട്ടോ. വേറൊക്കെ ഞാൻ വായിച്ചു നോക്കാന്നല്ലാണ്ട് ഒന്നിനും ഞാൻ റിപ്ലൈ കൊടുക്കാം. വീട്ടിലെത്തി ഫ്രീ ആക്കി അതിന് ശേഷം നമുക്ക് നല്ലൊരു വീഡിയോ ആക്കിയിട്ട് തന്നെ ഇടാം എന്ന് വിചാരിച്ചു. അപ്പൊ ഇതന്നെ ഇപ്പൊ അത്യാവശ്യം ടൈം ആയിട്ടുണ്ട്. ഇനി ഞാൻ അടുത്ത ക്വസ്റ്റ്യൻസ് എന്താണ് അതും അതിന്റെ ആൻസറുമായിട്ട് ഞാൻ ഇനിയും വരണതായിരിക്കും. ഇപ്പൊ എത്ര മണിക്കാന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്? രാത്രി 1 മണി 12:30 1 മണിക്ക് ആയിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ എന്റെ 2 മക്കളെ എനിക്ക് വീഡിയോ എടുക്കാൻ തീരെ സമ്മതിക്കാറില്ല. അപ്പൊ അവർ ഉറങ്ങിയതിന്റെ ശേഷം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. എനിക്ക് നാളെ രാവിലെ എണീച്ചിട്ട് എനിക്ക് എന്റെ വർക്കിന് വേണം, കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ എനിക്ക് കിടന്ന് ഉറങ്ങണം. അപ്പൊ
കുറച്ച് വിശേഷങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇനി കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അപ്പോൾ ആ സ്റ്റോറിയുടെ ഒരു സംഭവം, അത് സ്റ്റോറി ഞാൻ ഇട്ട് സ്റ്റാർട്ടും ചെയ്തു പോയി. എനിക്ക് എഡിറ്റ് ചെയ്തിടാൻ എനിക്ക് വീഡിയോസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എഡിറ്റ് ചെയ്തിടാൻ എനിക്ക് ടൈം എനിക്ക് ഏത് കിട്ടണില്ല. അതുകൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നത് അതിങ്ങനെ സ്റ്റോറി പോലെ ഇങ്ങനെ പറഞ്ഞു പോവാന്ന്. ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ടും എഡിറ്റ് ചെയ്യാൻ ഭയങ്കര ഭയങ്കര ഇതാണ്. അപ്പൊ അത് ഞാൻ എന്തായാലും ടൈം കിട്ടാത്തതുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്യാത്തത്. ഞാൻ ഇന്നലത്തെ ഒരു വീഡിയോ ഇട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി എന്നെ ഡെയിലി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു. പക്ഷെ രാത്രി ബെഡ്റൂമിൽ കിടന്നു കഴിഞ്ഞാൽ ഉറങ്ങി പോണത് പോലും ഞാൻ അറിയണില്ല ഗൈസ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് ഇടാനും പറ്റുന്നില്ല. പിന്നെ ഞാൻ വീഡിയോസ് ഇടുന്നതിന് ഒരുപാട് പേര് നെഗറ്റീവ് പറയുന്നവരുണ്ടാവും, പോസിറ്റീവ് പറയുന്നവർ. അതൊന്നും എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. നെഗറ്റീവ് പറയുന്നവർക്ക് ഇഷ്ടം പോലെ പറയാം, എന്നെ മുഖത്തോക്കി പറയാം, അല്ലാതെയും പറയാം, എങ്ങനെ വേണേലും പറയാം. അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. എനിക്കതൊന്നും എനിക്കൊരു വിഷയമുള്ള കാര്യമല്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്താ പറയാ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അവരത് പറയും, അവരിത് പറയും എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അതെന്റെ ജീവിതത്തിനാണ്ട് എടുത്താണ്ട് കളഞ്ഞൊരു സംഭവമാണ്. ആരെന്ത് പറഞ്ഞാലും വേണ്ടില്ല, ആരെന്ത് വിചാരിച്ചാലും എനിക്ക് അതെന്നെ ബാധിക്കണ ഒരു പ്രശ്നമല്ല. കാരണം ഇത് എൻ്റെ ജീവിതമാണ്, ഞാനാണ് ജീവിക്കുന്നത്, അത് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കും. അങ്ങനെയാണ്. അപ്പൊ ടാറ്റാ ബൈ, സീ യു, നാളെ കാണാം കേട്ടോ.